നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ ജെയിംസ്, പീഡിയാട്രീഷ്യനാണ്. നവജാത ശിശുക്കളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു. കുട്ടിക്ക് വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യകരമായ ഒരു സംഭവമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് അഥവാ മുലപ്പാൽ കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കുട്ടിക്ക് 6 മാസം പ്രായമാവുന്നോടം വരെ അമ്മയുടെ മുലപ്പാലല്ലാതെ വേറൊന്നും കൊടുക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ആളുകൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കുട്ടിക്ക് വെള്ളം കൊടുക്കണോ, കൽക്കണ്ട് വിട്ട വെള്ളം കൊടുക്കണോ, അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ദഹനത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും മറ്റ് ആയുർവേദ പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം കുട്ടികൾക്ക് വേറൊന്നും കൊടുക്കാൻ പാടില്ല. 6 മാസം പ്രായം വരെ അമ്മയുടെ മുലപ്പാലല്ലാതെ വേറൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയുടെ മുലപ്പാലിൽ 87% ഉള്ളത് വെള്ളം തന്നെയാണ്. അപ്പോൾ കുട്ടിയുടെ വിശപ്പിനും ദാഹത്തിനും എല്ലാം ശമിക്കാനായിട്ട് ആവശ്യമായ വളർച്ചയ്ക്കും എല്ലാത്തിനും സഹായകമാകുന്ന രീതിയിലുള്ളതാണ് മുലപ്പാൽ. അപ്പം ചില ആളുകൾ പണ്ടത്തെ രീതിയിലൊരു ആചാരം ഉണ്ടായിരുന്നു. കുട്ടിക്ക് തേന് കൊടുക്കുക, വയമ്പ് കൊടുക്കുക, അതുപോലെ സ്വർണം ഉരച്ച് കൊടുക്കുക, നാവിൽ തൊട്ടാണേലും അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ടുമൊക്കെ ഇതൊക്കെ കൊടുക്കുന്ന രീതികളുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും അതൊക്കെ ആ രീതികൾ ചെറിയ രീതിയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് തേന് കുട്ടികൾക്ക് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, തേനിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ അത് കുട്ടികളുടെ വയറ്റിലെത്തിയാൽ കുട്ടികളുടെ നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുന്ന ബോട്ടുലിസം എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം കുട്ടിക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടിയുടെ ജീവൻ തന്നെ പോയെന്ന് വരാം. അതുപോലെ തന്നെ മുലപ്പാലല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ദഹനത്തിന്, ഡൈജഷന് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വയറ് കമ്പിച്ച് നിൽക്കാനും ഗ്യാസ് കെട്ടി നിൽക്കാനും തുടർച്ചയായി ശമനമില്ലാതെ കുട്ടി കരയാനും, പിന്നെ അതുപോലെ ഒത്തിരി ഛർദ്ദിക്കാനും, പിന്നെ വെയിറ്റ് മര്യാദയ്ക്ക് കൂടാതിരിക്കാനും, മോഷൻ മര്യാദയ്ക്ക് പോവാതിരിക്കാനും, അങ്ങനെയൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് കുട്ടിക്ക് അണുബാധ ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനും കുട്ടിയുടെ ജീവന് തന്നെ പ്രശ്നമാവുന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കാരണം തന്നെ കുട്ടികൾക്ക് 6 മാസം പ്രായമാവുന്നത് വരെ മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല.